കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി ബാലൻ ശരത്തിന് സഹായവുമായി രാഹുൽ ഗാന്ധി. അടിയന്തര ചികിത്സാ സഹായമായി 50,000 രൂപ നൽകും. 2 ആഴ്ച മുൻപാണ് ശരത്തിനെ കാട്ടാന ആക്രമിച്ചത്. പാക്കം കാരേരി കാട്ടുനായ്ക്ക ഊരുനിവാസിയായ ശരത്തിന്റെ ദുരവസ്ഥ 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഈ ബാലന്റെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വിഷയം എങ്ങനെയാണ്? അദ്ദേഹം ഇപ്പോൾ ഈ ബാലന് എന്ത് തരത്തിലുള്ള സഹായമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ശ്രീലക്ഷ്മി, ഒരു വാർത്ത കൂടി ഗുണഫലമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ അന്ന് പാക്കത്ത് പോൾ മരിച്ച ദിവസം രാത്രിയിലാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത്. ഇത് കാരേരി എന്ന് പറയുന്ന ഊരാണ്. കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് ഇവിടെ താമസിക്കുന്നത്. അതിൽ കമലാക്ഷി വിജയൻ ദമ്പതികളുടെ 4 മക്കളിൽ ഏറ്റവും ഇളയവനാണ് ഈ 16 വയസ്സുള്ള പുൽപ്പള്ളി വിജയ സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ശരത്തിനെ കാട്ടാന ആക്രമിച്ച് പരിക്കേൽപ്പിച്ച നിലയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ചികിത്സ വലിയ അളവിൽ നടക്കാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുള്ള കുടുംബമാണിത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വാർത്ത വന്നതിൻ്റെ പിന്നാലെ കുറേ പേർ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. വനം മന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. സഹായം നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ ഒരു ഇടപെടൽ ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. ഒരു തുക, അതായത് 50,000 രൂപയാണ് രാഹുൽ ഗാന്ധി കുടുംബത്തിന് നൽകും എന്നുള്ള തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് മേഖലയിൽ വനം വകുപ്പും മറ്റ് വകുപ്പുകളും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും ഉൾപ്പെടെ സഹായം നൽകാൻ ഉള്ള തരത്തിലുള്ള അത് വേഗത്തിലാക്കാൻ നടപടികൾ വേഗത്തിലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് ഈ കാണുന്നത്. വിജയൻ ചേട്ടാ, എന്താണ് ഇപ്പോൾ തോന്നുന്നത്? വാർത്ത വന്നതിന് ശേഷം എന്താണ് തോന്നുന്നത്? വാർത്ത വന്ന ശേഷം എന്താ തോന്നുന്നത്? നല്ല സന്തോഷമായിട്ട് തന്നെ ആൾക്കാർ ഉള്ള കൊണ്ട് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവരും കൂടി ഇങ്ങനെ നിന്നൊരു വർത്തനം പറയാൻ എല്ലാത്തിനും നമുക്ക് സുഖം കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എല്ലാവരും കയറി നിങ്ങളൊക്കെ സഹായത്തിന് വന്ന ശേഷമാണ് നമുക്കൊരു സന്തോഷമായത്. പിന്നെ നമുക്ക് നമ്മുടെ ഇത്ര 2 പേരേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ 2 പേര് അതിനെ നോക്കിക്കൊണ്ട് നമുക്കൊരു സന്തോഷമില്ല. ഒരു കഞ്ഞ വെള്ളം കുടിക്കാൻ ഒരു മനസ്സമാനം ഉണ്ടാവില്ല. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇത്ര ദിവസം ഇന്നലെ വരെ നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ആൾക്കാർ കൂടി നിന്ന് ഒരു കാര്യങ്ങളൊക്കെ വർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് അവനെ നോക്കി പോകുന്ന കൊണ്ട് നമുക്കൊരു ഇന്നൊരു സന്തോഷം കിട്ടിയതേ ഉള്ളൂ. ഇത്ര ദിവസം സന്തോഷം ഇല്ലായിരുന്നു. അവൻ എന്തൊക്കെയാ പറയുന്നത്? ഇപ്പോൾ ഇതിനുശേഷം അവന് പഠിക്കാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പോകണമെന്നുണ്ട്. അവന് ഇപ്പോൾ എണിച്ച് നടക്കാനൊന്നും പറ്റില്ല. ഇപ്പം നടക്കാനൊന്നും പറ്റില്ലല്ലോ. ആയിക്കൊണ്ട് അവനിപ്പോൾ ഇവിടെ ഇങ്ങനെ പഠിക്കാൻ ആരെങ്കിലും സ്കൂൾ ടീച്ചർമാരാരെങ്കിലും വന്ന് പഠിപ്പിച്ചാലും നല്ലതായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് അവന് പറയുന്നത്. സ്ഥലത്ത് കാണാനൊക്കെ കുറേ ആൾ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സഹായമൊക്കെ എനിക്ക് കുട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? എപ്പോഴും ആന ഇറങ്ങുന്ന എന്നും ആനയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ലൈറ്റ് ഇടണം. ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു ലൈറ്റ് പോയിട്ട് ഉണ്ട്. അതിലൊരു ലൈറ്റ് ഇട്ടാൽ ഞങ്ങൾക്ക് നല്ലതായിരുന്നു. ഇത് രാവും പകലും എപ്പം നോക്കിയാലും ഈ തോട്ടത്തിൽ കൂടിയാണ് ആന വരവ്. പല ദിവസം ഇപ്പം ദിവസം വരുന്നുണ്ട് ആന. അതാണ് അവസ്ഥ. ഞങ്ങൾക്കൊന്ന് വാതിൽ തുറന്നൊന്ന് മൂത്രം ഒഴിക്കാൻ പുറത്തു പോകാൻ പറ്റാത്തൊരു അവസ്ഥയായി. ബുദ്ധിമുട്ടുണ്ട്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത്, ഈ മേഖല എന്ന് പറയുന്നത് ഒരു വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കോളനിയാണ്. ആ പ്രദേശത്ത് തൊട്ടടുത്ത് വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ താമസിക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് ആനയുടെ ശല്യം വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ശല്യമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില പരിഹാരങ്ങൾ കൂടി ഇവർ തേടുന്നുണ്ട്. ഈ ഗ്രാമത്തെ സംബന്ധിച്ച് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അങ്ങനെ നടന്നു വരുമ്പോഴാണ് ശരത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും പിന്നീട് ഈ അരയ്ക്ക് താഴെ ഇപ്പോൾ ബെൽറ്റിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. എന്തായാലും ഒരു മാറ്റം, ചികിത്സയ്ക്ക് സഹായം ഉൾപ്പെടെ ലഭ്യമാകുന്ന മുറയ്ക്ക് സ്വാഭാവികമായും അദ്ദേഹത്തിന് പൊതുജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും എന്നുള്ള തരത്തിൽ തന്നെയാണ് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള സഹായം ഉണ്ടാകുന്നു. ഈ സർക്കാരിന് നിവേദനം നൽകുന്ന ഘട്ടത്തിൽ തന്നെ അത് നടപടികൾ വേഗത്തിലാക്കി കൂടുതൽ സഹായം എത്തിക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. മന്ത്രി എ കെ ശശീന്ദ്രൻ അക്കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ. ഒരു വാർത്ത കൂടി ഇത്തരത്തിൽ ഗുണഫലമായി അവസാനിക്കുന്നതിൽ നമുക്കും സന്തോഷമാണ്. ശരി സുർജിത്ത്, 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ പരുക്കേറ്റ ബാലന് തുടർ ചികിത്സയ്ക്കായി കൂടുതൽ സഹായങ്ങൾ രാഹുൽ ഗാന്ധി എംപിയുടെ ഭാഗത്തു നിന്നടക്കം കൂടുതൽ സഹായങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നത്.